ഹലോ, അസ്സലാമു അലൈക്കും. ചോറുണ്ട്. ഗ്യാസ് വന്ന് പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് റേഷനിൽ വെച്ചതാണ്. പിന്നെ മീൻ കറി വയ്ക്കണം. പുറത്ത് പോവാനുണ്ട്. അപ്പോൾ വേഗം പണി കഴിച്ചാൽ ഉച്ചേൻ്റെ മുന്നേ പോയി വരാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്കെന്നെ ചൂട് എങ്ങനെ ഉണ്ട്? ഇവിടെ ചൂട് സഹിക്കാൻ വയ്യ. വലിയ കാറ്റൊക്കെ വരും, പക്ഷെ മഴ അങ്ങോട്ട് വീഴണില്ല. അതുകൊണ്ട് ചൂട് സഹിക്കാൻ വയ്യ. എന്താ ചെയ്യുക? ഇവിടെ പല സ്ഥലത്തും വെള്ളം വറ്റി. മാഷാ അല്ലാ, എനിക്ക് ഇതുവരെ വെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ കൂടിയിട്ടുണ്ടായിട്ടില്ല. മാങ്ങ കട്ട് ചെയ്ത് വെച്ചതാട്ടോ. വെല്ലുള്ളി മുറിച്ച് വെച്ചതാണ്. ഇത് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അടിച്ച് വെച്ചതാണ്. നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. ഇതെന്തെല്ലാം മീനാന്നൊന്നും എനിക്കറിയില്ല, പേരറിയില്ല. ചട്ടി ചൂടാക്കാൻ വെക്കാട്ടോ. ചട്ടി നല്ല വെള്ളം ചൂടാവട്ടെ. വേറെന്തൊക്കെയാ? എല്ലാം വാടി വീഴാലേ. ചൂടുകൊണ്ട് മാങ്ങ എല്ലാം വീണ് പോകുന്നുണ്ട്. എല്ലാം വീണ് പോവാ. ചക്ക, മാങ്ങ ഒന്നും നിൽക്കുന്നില്ല. മൂക്കാനോ പഴുത്താൽ തന്നെ വാടിയ ഇതാണുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ പഴുപ്പ് എടുത്ത് വെച്ചതാ. ഇതെല്ലാം അതിൻ്റെ പഴുപ്പാണ്. കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാമല്ലോ, ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. കുട്ടികളില്ലാത്തതിനെ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ ഇത് സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് കുപ്പിയിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത ടൈമിനെ എടുക്കാമല്ലോ. മാങ്ങ കൂടുതൽ കിട്ടുന്നവരെല്ലാവരും അങ്ങനെ ചെയ്ത് വെച്ചോളണ്ടേ. ഇപ്പം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുവും പാടെ പൊട്ടിക്കാം. ഞാനുണ്ടാക്കുന്ന രീതിയാട്ടോ കാണിച്ചു തരുന്നത്. എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ കുക്കിങ്ങിൽ. വേറെന്തൊക്കെയാ വർത്താനം? ഞാൻ തന്നെ ചൂട് പോവുകയാണെങ്കിൽ നമ്മളെ മക്കളെല്ലാം സ്ഥിതി എന്താവും എന്നുള്ള അറിയില്ല. എല്ലാവർക്കും ക്ഷീണം, ഒന്നിനും വയ്യ, പുറത്ത് പോകാൻ എല്ലാത്തിനും വയ്യ. സാധാരണ ഞാൻ വിറകടുപ്പിലായിരുന്നു വെക്കൽ. ഇന്ന് പെട്ടെന്ന് പോയി വരേണ്ടതിനെ കൊണ്ട് ഗ്യാസ് മേൽ വെച്ചതാണ്. നമുക്കെല്ലാം ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. 45 ദിവസം കഴിയണം ഗ്യാസ് കിട്ടണമെങ്കിൽ. വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? പാമ്പിൻ്റെ ശല്യമാണേ അതും പറയണ്ടല്ലേ. എന്തൊക്കെയാ ന്യൂസൊന്നും തുറന്ന് വെച്ച്. പാമ്പ് ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലൽ, ഭർത്താവ് ഭാര്യനെ ഒക്കെ വെട്ടിക്കൊല്ലൽ. എന്താ ചെയ്യുക? ഈ ഉള്ളി ഇടട്ടോ അതിലേക്ക്. ചെറിയുള്ളി വേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ വലിയുള്ളി ഇട്ടതായിരുന്നു കേട്ടോ. ഉള്ളിയിലേക്ക് കറിവേപ്പില ഇടുക. ഈ അടിച്ച് വെച്ചത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും. ഇത് കുറഞ്ഞ മുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയും ഇത്രയും മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഈ മാങ്ങയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാങ്ങ എല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടട്ടെ. അപ്പോഴേക്കും മീൻ കട്ട് ചെയ്യണം, തേങ്ങ അരക്കണം. ചോറ് വേവാനായിട്ടുണ്ട്. മാങ്ങയെല്ലാം നല്ലോണം വെന്തിട്ടോ. ഇനി നമുക്ക് മീനിടാം.
ഇതിൽ നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിക്കാം. ഒന്ന് മിക്സി കഴുകി വരട്ടെ. കഴുകി വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണിത്. അത് പതിച്ച് വരുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കിയാൽ മീന് ഉടഞ്ഞു പോകും. അങ്ങനത്തെ ഒരു മീനാണ്. വേഗം വേകുന്ന മീനാണ്. ആ ഭാഗം തെളിച്ചിനി നമുക്കിത് ഓഫാക്കാം. എന്നിട്ട് കറിവേപ്പില ഇടാം. മീൻകറി റെഡി. ചോറ് റെഡിയായി, മീൻകറി റെഡിയായി.